വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കാട്ടാന മുറിവാലൻ ചരിഞ്ഞു. വനത്തിനുള്ളിൽ തളർന്നു വീണ മുറിവാലിന് വനം വകുപ്പ് ചികിത്സയും സംരക്ഷണവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രണ്ട് കൊമ്പന്മാരും കൊമ്പ് കോർത്തത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി ചക്കക്കൊമ്പന്റെയും മുറിവാലന്റെയും ഒരു കൊമ്പ് കോർക്കലിന് ശേഷമുള്ള ചില ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? കാളിദാസ് കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ 21-നാണ് ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ സംഘർഷത്തെ വെച്ച് ഏറ്റുമുട്ടിയത്. ഇതിൽ ഈ മുറിവാലിന് പിൻവശത്തെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ വനംവകുപ്പ് കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നലെ 2 ദിവസം മുമ്പ് തന്നെയാണ് ഈ വിലക്കിലെ 60 ഏക്കർ ഭാഗത്ത് ചോളവനത്തിൽ മുറിവാലൻ എത്തിയത്. വളരെ അവശനിലയിലായിരുന്നു. വനവകുപ്പിന്റെ വാച്ചർമാരടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് അവശനിലയിൽ വനത്തിനുള്ളിൽ തന്നെ മുറിവാലൻ അവശനിലയിൽ വീഴുകയായിരുന്നു. പിൻഭാഗത്തെ കാലിൽ ഗുരുതരമായ പരിക്കുകൊണ്ട് അണുബാധയേറ്റിരുന്നു. ഏതായാലും ഈ വീഴ്ചയിലും മുൻകാലിലും നല്ല രീതിയിലുള്ള ഒരു പരിക്ക് പറ്റിയിരുന്നു. ഇന്നലെ രാവിലെ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ ഈ ആനയ്ക്ക് ആന്റിബയോട്ടിക് അടക്കമുള്ള വിദഗ്ധ ചികിത്സ നൽകി വരുന്നു. അതോടൊപ്പം തന്നെ വാച്ചർമാരുടെ നേതൃത്വത്തിൽ ഈ ആനയെ തണുപ്പിക്കാനുള്ള വെള്ളവും വാഹനത്തിലെത്തിച്ച് ദേഹത്ത് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നെല്ലാം തന്നെ കൃത്യമായ ഒരു പരിചരണം ഈ മുറിവാലന് ഈ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകി വരികയായിരുന്നു. രാത്രി അടക്കം വനവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരടക്കം തന്നെ ഈ വനത്തിനുള്ളിൽ സ്റ്റേ ചെയ്താണ് ഈ ആനയ്ക്ക് പരിചരണം നൽകി വന്നിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ മുറിവാലൻ ചെയ്തത് എന്ന് പറയാൻ. വളരെയേറെ ഗുരുതരമായ പരിക്കാണ് കാലിലുണ്ടെന്ന് അണുബാധ ഏറ്റിരുന്നു. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ആന ഈ ഭാഗത്ത് നടന്നപ്പോൾ പിൻവശത്തെ കാൽ നിലത്ത് കുത്താൻ കഴിയാതെ തന്നെ ആന ഈ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവിച്ചിരുന്നു. അതാണ് ഇന്നലെ ആവശ്യനിലയിൽ വീഴാനുള്ള ഒരു കാരണം എന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിലടക്കം കൃത്യമായ ഒരു പരിചരണം നൽകിയിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ ഈ ആനയ്ക്ക് ശ്വാസമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു. പിന്നീട് ഉള്ള വിദഗ്ധ ചികിത്സ നൽകണമെങ്കിൽ ആന നിന്നാൽ മാത്രമായിരിക്കും വിദഗ്ധ ചികിത്സ നൽകാനാവുള്ളൂ. JCB അടക്കം ഇവിടെ സ്ഥലത്തെത്തിച്ച് ആനയെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയും വനവകുപ്പ് ഒരുക്കിയിരുന്നാൽ പക്ഷേ ആനയ്ക്ക് കൂടുതൽ അവശനിലയിലേക്കായിരുന്നു വീണ്ടും ആന പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ ആനയ്ക്ക് മരണം സംഭവിച്ചത്. ചിന്നക്കനാലിനെ വെറുപ്പിച്ച 3 കൊമ്പന്മാരിലെ ഒരു കൊമ്പൻ തന്നെയാണ് ഈ മുറിവാലൻ എന്ന് പറയുന്നത്. മുറിവാലൻ, അരിക്കൊമ്പൻ, അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനാണ് ഈ ചിന്നക്കനാൽ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമുള്ളവരും അതോടൊപ്പം തന്നെ ആളുകൾക്ക് തലവേദനയും ആയ ഒരു 3 ആനകളായിരുന്നു. അരിക്കൊമ്പനെ ഒരു വർഷം മുമ്പ് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നതോടെ തന്നെ അരിക്കൊമ്പനെ നാടുകടത്തുകയായിരുന്നു. പിന്നീട് ഈ ചക്കക്കൊമ്പനും അതോടൊപ്പം തന്നെ ഈ മുറിവാലിനുമായിരുന്നു മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നത്. ഈ ആനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് പതിവാണെന്ന് തന്നെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ 21-ന് ഏറ്റുമുട്ടലാണ് ഈ മുറിവാലിന് ഗുരുതരമായ പരിക്കേറ്റത്. തുടർന്ന് ഈ മുറിവാലിനെയും അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ചക്കക്കൊമ്പൻ ഏതായാലും ഈ സിംഗണ്ടത്തെ വനത്തിനുള്ളിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മുറിവാലനെ നിരീക്ഷിച്ചു വരുന്നതിനിടയ്ക്കാണ് ഈ മുറിവാലിനെ ഈ അവശനിലയിൽ ഇന്നലെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കാണാനിടയായതും പരിചരണം വനവകുപ്പിന്റെ ഭാഗത്ത് പരമാവധി പരിചരണം ഈ ആനയ്ക്ക് നൽകുകയായിരുന്നു. എന്നാൽ പുലർച്ചെയോടെ ഈ ആനയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി നാളെ നടക്കുമെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ തന്നെ ഈ ആനത്തെ മരിച്ച സ്ഥലത്ത് തന്നെയായിരിക്കും ബാക്കിയുള്ള ആനയെ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി ബിനീഷ്. ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കാട്ടാന മുറിവാലൻ ചരിഞ്ഞു. വനത്തിനുള്ളിൽ തളർന്നു വീണ മുറിവാലിന് വനംവകുപ്പ് ചികിത്സയും സംരക്ഷണവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 2 കൊമ്പന്മാരും കൊമ്പ് കോർത്തത്. എന്തായാലും നാളെയോടുകൂടി സംസ്കാര ചടങ്ങുകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്. PV അൻവറുമായുള്ള ഫോൺ വിളി വിവാദത്തിൽ പത്തനംതിട്ട SP